أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ദാല് വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മറച്ചു മണിച്ച് ഓതണം. എങ്ങനെയാ? മീദു. ഇനി ദൂനി എന്ന് പറഞ്ഞിടത്തിന്റെ നിയമമാണ്. ദൂനി സുക്കൂണ ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിട്ടുണ്ട്. ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. എത്ര അലിഫ് നീട്ടണം? ഒരു അലിഫ്. മിൻ ദൂനി. ഇനി ദൂനിഹി. ഹായിന് എന്താ വന്നിരിക്കുന്നത് നോക്കിയാ? ഹി എന്ന് പറയുമ്പോൾ ഹായിന് കസറും പിന്നെ ചെറിയൊരു യാ ഇട്ട് കൊടുത്തിരിക്കുകയാണോ? അവിടെ എന്തുണ്ട്? ഹുറൂഫുൽ മദ് ഉണ്ട്. പക്ഷെ അത് എപ്പോഴാണ് വരിക? നമ്മൾ മിന്ദൂനി എന്ന് വഖഫ് ചെയ്താൽ വരത്തില്ല. ചേർത്തോതുമ്പോൾ എന്ത് ചെയ്യും? മിന്ദൂനിഹി എന്ന് നമ്മൾ ഓതണം. അപ്പൊ നോക്കിയേ, ഹുറൂഫുൽ മദ് വന്നില്ലേ? കസറിന് ശേഷം സുക്കൂണുള്ള യാ വന്നില്ലേ? അതിനുശേഷം എന്താ വന്നിരിക്കുന്നത്? ഹംസ. അലിഫല്ല ഹംസ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ വരും. അതായത് ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ശ്രദ്ധ വന്നാൽ ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണ്ടേ? ഇവിടെ നോക്കിയേ, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. അപ്പൊ എങ്ങനെ? ദൂനിഹി അല്ല, നീട്ടേണ്ടത് ആയിനെയല്ല, ഹായിനെയാണ്. ദൂനിഹി ആലിഹ. ഓക്കെ, അല്ല ആയിനെയല്ല നീട്ടേണ്ടത്, ഹുറൂഫുൽ മദ്ദിനെയാണ് ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടേണ്ടത്. ഇനി ആലിഹത്ത് എന്ന് പറയുമ്പം ആ എന്ന് പറയുന്നിടത്ത് എത്ര അലിഫ് കിട്ടണം? ഒരു അലിഫ്. ഹുറൂഫുൽ മദ് മാത്രമേ ഉള്ളൂ അല്ലേ? ഫത്തഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ആലിഹത്തൻ, അവിടെ നമ്മൾക്ക് ഒരു അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ, സ്വാദ് ലാം. ഈ അടയാളം എന്തിനാ സൂചിപ്പിക്കുന്ന അടയാളാ? നിർത്തണോ അതോ നിർത്തണ്ടേ? നിർത്തുകയും ചെയ്യാം, നിർത്താതിരിക്കുകയും ചെയ്യാം. നിർത്തുന്ന നല്ലത്. എന്താ സംഭവം? നിർത്താം, നിർത്താതിരിക്കാം. നിർത്താതിരിക്കലാണ് ഉത്തമം. ഓക്കെ, അപ്പോൾ ശ്വാസം പോയാൽ അവിടെ നിർത്തിക്കൊളി, പിന്നെ എടുത്തോതേണ്ട ആവശ്യമില്ല. ശ്വാസമുള്ള ആൾക്കാർ ചേർത്തോതനാണ് നല്ലത്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നീട്ടിയൊക്കെ എത്തുമ്പോഴത്തിന് കാറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വരെ നോക്കി നോക്കിയാലോ? കേട്ടില്ല? ഇദ്ഹബു അല്ല, അദ്ഹിബു ആവും. ഹൗലാഇ ഖൗമുന ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ. 3 സ്ഥലത്താണ് നമുക്ക് മദ് വരുന്നത് അല്ലേ? ഹൗലാഇ ഖൗമുന ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ. ഓക്കെ, എന്നാരാ ഓതുക? ഇൻഷാ അല്ലാഹ്. അല്ലാ ഒന്നും കൂടെ. അത് അക്ഷരങ്ങളും ശ്രദ്ധിക്കണം, നിയമങ്ങളും ശ്രദ്ധിക്കണം. ബാക്കിയുള്ള മിന്ദൂനിയിലെ നിയമം എന്താ? അതേപോലെ തന്നെ വേറെ ശ്രദ്ധിച്ചാല് ദാല് ശ്രദ്ധിക്കണം. ഇത്തഖദു, ആ ദാല് പ്രത്യേകം ശ്രദ്ധിച്ചാലേ വരുള്ളൂ, അല്ലെങ്കിൽ ദാലായി പോകും, ഇത്തഖദൂന്നായി പോകും. ഓക്കെ, സാധിച്ചാൽ പോയിക്കും. ഇനി അടുത്താലോ? قومنا കുറച്ചും കൂടെ നീട്ടാവും. ഉത്തഖദൂനിഹിയിൽ. ഓക്കെ, ഇനി ഒരാളും കൂടെ ഓതി. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി എടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ഓദിപ്പിക്കും. നിങ്ങൾ ഓതി. അങ്ങനെ ആദ്യത്തെ ഓദിപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച് പറഞ്ഞതല്ലേ? ഒന്നുകൂടെ ഓദിക്കോ, കുറച്ചും കൂടെ നീട്ടിക്കോളി. നമ്മള് പിശുക്കണ്ട. അവിടെ നീട്ടണം, നല്ലപോലെ നീട്ടണം. പിന്നെ അക്ഷരങ്ങൾ ഓദിക്കോളി, നിങ്ങൾക്ക് ആഗ്രഹിച്ചല്ലേ?
ഇത്തഹദൂല് നീട്ടാനില്ല, അവിടെ ഒറ്റ ഉള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തഹദു, ആ ദാൽ എന്ത് ചെയ്യണം? ദു അല്ല, ദു. നാവിന് തുമ്പ് കുറച്ച് അപ്പുറത്തേക്ക്. ഇപ്പോഴാണ് ഇത്തഹദു ആണ്. ഓക്കെ, വേറൊരു നിയമം നമ്മൾ പറയാൻ വിട്ടു. നമ്മൾ അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആലിഹത്ത് എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തിയത്? നമ്മൾ ഇപ്പം ആലിഹ എന്ന് നിർത്തണം. ഓക്കെ, അപ്പോൾ ഇരട്ട ഫതഹ് വരുന്നത് നീട്ടിയല്ലേ നിർത്തേണ്ടത്? അല്ല, ഇരട്ട ഫതഹ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇരട്ട ഫതഹ് നീട്ടിയല്ലേ നിർത്തല്? ഹാത്തയ്ക്ക് ഇരട്ട ഫതഹ് വന്നാലും എന്ത് ചെയ്യരുത്? നീട്ടരുത്. ഓക്കെ, സാധാരണ അതിൽ മറ്റു വാക്കുകളിൽ തന്നെ മറ്റു അക്ഷരങ്ങൾക്ക് ഇരട്ട ഫതഹുള്ള സ്ഥലത്താണ് വഖഫ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അലിഫ് നീട്ടി നിർത്തലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഹഫിൻ്റെ ആയത്തിന് എടുത്ത് നോക്കിയേ, ജാ എന്നല്ലേ നിർത്തിയത്? നീട്ടിയാ നിർത്തിയത് അല്ലേ? ഇവിടെ എന്ത് ചെയ്യരുത്? ഹാത്തായിക്കാണ് ഇരട്ട ഫതഹ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യരുത്? നീട്ടരുത്. അവിടെ ഹാ ആക്കി സുക്കൂൻ കൊടുത്ത് നിർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ആലിഹ അതും കൂടെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ഓതാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇനി അടുത്തത് ലൗല. എന്തെങ്കിലും നിയമമുണ്ടോ? ലൗല ഏതാ? ലാമിന് ഹുറൂഫിൽ മദ് വന്നിട്ടുണ്ട്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ലാ. ഓക്കെ, യതൂന. യതൂന യതൂനയിൽ യായിന് ശേഷം അലിഫ് വന്നില്ലേ? ഫതഹിന് ശേഷം അലിഫ് വന്നില്ലേ? ഹംസയാണത്, അലിഫല്ല. യതൂന. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. തൂനയിൽ എന്തുണ്ട്? ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം, ഹുറൂഫിൽ മദ്ദുണ്ട്. അതിന് വിശദീകരിക്കണ്ടല്ലോ, പോവാ, വെറുതെ സമയം ഇതാക്കണ്ട. ഇനി അലൈഹിം ബി സുൽത്താനി. അലൈഹിം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്താ വന്നിരിക്കുന്നത്? സാക്കിനായ മീമ് വന്നിട്ടുണ്ട്. സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? ബാ വന്നിരിക്കുന്നു. നമ്മളെപ്പോഴും പറയലുണ്ട്, സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത അക്ഷരം വന്നാൽ ഇൽഹാർ ഷഫവിയാണ്, 26 അക്ഷരങ്ങൾ. ഇവിടെ ബാ മീമിൽപ്പെട്ട ബായ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും നിയമം? ഇദ്ഗാം ആണോ, ഇഖ്ഫാ ആണോ, ഇഖ്ലാബ് ആണോ? ഇഖ്ഫാ ഷഫവിയാണ്. ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ ഇഖ്ഫാ ഷഫവിക്ക്. ഏത്? ബ. ഇദ്ഗാം ഷഫവിക്ക് ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ, മീം. ഓക്കെ, നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ബായിലാണ്. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ അത് ഇഖ്ലാബാണ്. സാക്കിനായ മീമിന് ശേഷമാണ് ബാ വരുന്നത് എങ്കിൽ ഇഖ്ഫാ ഷഫവിയാണ്. ബാക്ക് ശേഷം മീം വന്നാൽ ബും എന്ന് വായിക്കണം. ബാക്ക് ശേഷം എന്ത് വന്നിട്ട് ബാ നമുക്ക് അടിസ്ഥാന നിയമമല്ലല്ലോ. സാക്കിനായ നൂനും തൻവീനും സാക്കിനായ മീമാണ് നിയമം. നമ്മൾ തമാശക്ക് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നപ്പോ ഇഖ്ഫാ ഷഫവിയാണ്. എന്താ ചെയ്യേണ്ടത്? മറച്ചു മണിച്ചോ വേണം. എന്താ ചെയ്യേണ്ടത്? ഇഖ്ഫാ ഷഫവി വന്നാൽ എന്താ ചെയ്യേണ്ടത്? അടിച്ചുറപ്പിക്കണം. ഇഖ്ഫാ വന്നാൽ മറച്ചു മണിക്കണം. ഞാൻ എപ്പോഴും തെറ്റില്ല പറയാ, ചിലപ്പോൾ ശരിയും പറയും. അപ്പോൾ എന്ത് ചെയ്യണം? സാക്കിനായ മീമിന് ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ഫാ ഷഫവി ആയി. അതുകൊണ്ട് എന്ത് ചെയ്യണം? സാക്കിനായ മീമിനെ മറച്ചു മണിച്ചോദണം. എങ്ങനെയാ? അലൈഹിംബി. അലൈഹിംബി. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ എന്തൊക്കെ സംശയം വരും. അന്ന് തന്നെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറക്കണം. എവിടെ? സാക്കിനായ നൂന് തൻവീന് ശേഷം അത് വളരെ വ്യക്തമാണ് അല്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു മിൻ ദൂനിഹ എടുത്ത് നമ്മൾ മിൻ ദൂനിഹയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇഖ്ഫാ മറച്ച് മണിക്കുന്നുണ്ട്, എവിടെ മറക്കുന്നതെന്നൊരു ചോദ്യം വരും. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ അലൈഹിം ബി സുൽത്താനിനെ എങ്ങനെ ഓതണം എന്നുള്ള വിഷയത്തിൽ ചർച്ചയുണ്ട്. അതായത് സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പം നമ്മളിപ്പോൾ ഓതുന്ന പോലെ അലൈഹിംബി എന്ന് പറയണോ, അതോ അലൈഹിംബി ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണോ പറയണം എന്നുള്ളതിടത്ത് ഒരു ചർച്ചയുണ്ട്. അപ്പോൾ ഒരുവിധം പണ്ഡിതന്മാർ പറയണത് അവിടെ അലൈഹിംബി എന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒരു പേപ്പർ കഷ്ണം പോകുന്ന അത്രയും. ഏത്? അത് നമുക്ക് പേര് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരും. പക്ഷേ വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും പറയാം, അലൈഹിം ലാസ്റ്റ് അക്ഷരം ഏതാ? മീം. മീം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ചുണ്ട് പൂർണ്ണമായി മടയണം. അടുത്ത അക്ഷരം ബ, അത് എങ്ങനെ ഉച്ചരിക്കേണ്ടത്? രണ്ട് ചുണ്ടും അടച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്.
ഈ രണ്ടും അടച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾക്കിടയിൽ ഇപ്പം എങ്ങനെ ഗ്യാപ്പ് വരുന്നെന്നുള്ളതാണ് ചോദ്യം. ആ പക്ഷെ അത് ഈ രണ്ട് വിഷയം ഉള്ളതുകൊണ്ടാണ് വിഷയം. അതുകൊണ്ടാണ് ഈ ചർച്ച തന്നെ മീമല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉച്ചരിക്കണ്ടേ. ചർച്ച വരണമെങ്കിൽ എവിടെ വരണമായിരുന്നു? സാക്കിനായ ഇതാണ് ഇഖ്ലാബിന്റെ നിയമത്ത് വരണമായിരുന്നു. അവിടെ നമ്മളെന്താ ചെയ്യല്? സാക്കിനായ നൂനിനെ മീമാക്കി മറിക്കുകയാണ്. അവിടെ ഇല്ലാത്തൊരു അക്ഷരത്തെ എടുത്ത് മറിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി മീം ഉണ്ട്, അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ വലിയ ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ചയിലേക്ക് പോകാൻ പോലുള്ള അർഹത നമുക്കില്ല. അത് ഉള്ള ആൾക്കാർ ചർച്ച ചെയ്യട്ടെ. നമുക്ക് സാധാരണ പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന പോലെ അലൈഹിം ബി സുൽത്താൻ എന്ന് തന്നെ പറയാം. രണ്ട് രീതി പറയുന്നുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ മീം പറയാൻ വേണ്ടി ഏത് ഇതാണ് പ്രഷറിലാണോ ചുണ്ടടയ്ക്കുന്നത്, ആ പ്രഷറിൽ അടയ്ക്കാതെ കുറച്ച് പ്രഷർ കുറച്ചിട്ട് എന്ത് ചെയ്യുക, അടച്ചോളി. അലൈഹിംബി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷർ കൊടുക്കാതെ ചെറിയ പ്രഷറിൽ അലൈഹിംബി എന്ന് പറയുക. അതല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാനൊന്നും പാടില്ല, അത്രയും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ട്രാക്കിലേക്ക് എത്തണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യാം. വിശാല കാര്യങ്ങളാകും. ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഓതാം? അലൈഹിം ബി സുൽത്താൻ എന്ത് ചെയ്യും, തൽക്കാലം ഒതുക്കോളി. ഇനി ഉന്നത്ത് എന്തായാലും ഉണ്ട്. ഈ മറയ്ക്കുന്ന വിഷയമാണ് ഇവിടെ വരുന്നത്. ഇഖ്ഫ എന്നുള്ള വിഷയമാണ് വരുന്നത്. മീമിനെ പൂർണ്ണമായിട്ട് ഉച്ചരിക്കാതെ ഇങ്ങനെ പറയുമ്പോൾ മീമിനെ മറച്ചു എന്നൊരു ധ്വനി വരുന്നുള്ളൂ. ഇനി ബിസുൽത്താനി താ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ഹുറൂഫുൽ മദ് വരുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 ശേഷം അലിഫ് അലിഫിൻ്റെ അളവ് നീട്ടണം. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട വേറെ നിയമം ബിസുൽത്താനിം ബയ്യിൻ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ഉള്ളത്? ബിസുൽത്താനിൻ എന്ന് പറയും. സുൽത്താനിൻ എന്നാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇരട്ട കസറാണ് ഉള്ളത്. കാണുമ്പോൾ ഇവിടെ ഒറ്റ കസറേ ഉള്ളൂ. ഇരട്ട കസറ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഇരട്ട കസറിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ചെറിയൊരു മീം കൊടുക്കുന്നുണ്ട്. അതായത് ബിസുൽത്താനിം നിം എന്ന് ഓതാൻ വേണ്ടിയിട്ട്. തൻവീൻ അവിടെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല. ഇവിടുത്തെ ഖുറാനിൽ അത് കൊടുക്കുക, തമിഴ്നാട്ടിലെ ഖുറാനിൽ അത് കൊടുക്കും. ഇപ്പം ഇവിടെ തൻവീന് ശേഷം ഏതക്ഷരമാണ് വന്നിരിക്കുന്നത്? ബ. ഇപ്പം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു നിർത്തിയാണ്. എന്ത്? സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബ വന്നാൽ എന്തായിരിക്കും നിയമം? ഇഖ്ലാബ്. സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി. ഇവിടെ നമ്മൾ ഇവിടെ തൻവീന് ശേഷം ബ വരുമ്പോൾ ഇഖ്ലാബ്. ഇഖ്ലാബിൽ എന്താ നമ്മൾ ചാനൽ ചെയ്യലുള്ളത്? ആരെ എന്താക്കി മറിക്കണം? സാക്കിനായ നൂന് തൻവീൻ. ഇവിടെ തൻവീന വന്നത്. ഈ തൻവീൻ എന്താക്കി മറിക്കണം? മീമാക്കി മറിക്കണം. ഇപ്പം ഞാൻ പറയാണ്, ശേഷം ബ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ എങ്ങനെ ഓതുക? സുൽത്താനിൻ എന്ന് ഓതും. തൻവീനെ വ്യക്തമാക്കും. തൻവീനെ വ്യക്തമാക്കുന്ന പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? സാക്കിനായ നൂനുണ്ട് അല്ലേ? ബി സുൽത്താൻ എന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞാണ്. എന്നാലും ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഇത് വായിച്ചു നോക്കിയേ. സുൽത്താനിൻ. ഇത് വായിച്ചു നോക്കിയേ. സുൽത്താനിൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഒറ്റ നൂനും ഇരട്ട കസറും കൊടുക്കുന്നു. അതിനെ പിരിച്ചെഴുതുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 നൂന് വരുന്നുണ്ട്. അപ്പം എല്ലാ തൻവീനുകൾക്കുള്ളിൽ എന്തുണ്ട്? സാക്കിനായ നൂന് ഒളിഞ്ഞ് കിടപ്പുണ്ട് അവിടെ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? തൊട്ടിപ്പുറത്തെ നമ്മൾ ബാ വരുമ്പോൾ ഈ തൻവീനിൻ്റെ സൗണ്ടിനെ കളയണം. അഥവാ ഇതിൻ്റെ ഉള്ളിൽ സാക്കിനായ നൂനില്ലേ, ആ നൂനിനെയാണ് നമ്മൾ എന്താക്കി മറിക്കുന്നത്? മീമാക്കി മറിക്കുന്നത്. അതുകൊണ്ടാണ് സുൽത്താനിം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ. എന്നിട്ട് മണിക്കും കൂടെ ചെയ്യുക. അപ്പോൾ സാക്കിനായ നൂനിനെ തൻവീനെയും മീമാക്കി മറിച്ചല്ല മീമാക്കി മറിച്ച് മണിച്ചോദണം. മറയ്ക്കൽ ഇഖ്ഫായിൽ, മറിക്കൽ ഇഖ്ലാബിൽ. ഒരു വള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഉദാഹരണം പറയണമെന്നുണ്ട്, പക്ഷേ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വള്ളിയുടെ പ്രശ്നമേ, വള്ളി അവിടെ ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അവർ സാധാരണ ചോദ്യം ചോദിക്കും, ഇന്ന വാക്കിലൊരു വള്ളി ഇട്ടാൽ എന്താ വായിക്കുന്നത്? അപ്പോൾ ഓരോരുത്തർ അവരുടെ മൈൻഡിനനുസരിച്ച് വള്ളി ഇടുന്ന സ്ഥലത്ത് വ്യത്യാസം വരും. സുൽത്താനി. അപ്പോൾ ഇവിടെ നമുക്ക് നിയമം പറഞ്ഞു നോക്കാം. എങ്ങനെ നിയമം പറയാ? പറഞ്ഞോളി. നൂൻ സാക്കിനല്ലേ? നൂൻ തൻവീൻ. നിയമം പറഞ്ഞോളി. നൂൻ തൻവീൻ ഇൽഹാറോ? നമ്മൾ ഇൽഹാറിന്റെ നിയമമാണോ പറഞ്ഞത്? ഇഖ്ലാബ്. നൂൻ സാക്കിൻ ഇഖ്ലാബ്. സാക്കിനായ നൂൻ ശേഷം നൂൻ തൻവീൻ ഇഖ്ലാബ്.
തൻവീനു ശേഷം ഇഖ്ലാബിൻ്റെ എത്ര അക്ഷരങ്ങൾപ്പെട്ട അക്ഷരമായ എന്ന് പറയുന്നത് ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബ വന്നതിനാൽ സാക്കിനായ മീനൂനിനെ തൻവീനിനെ എന്ത് ചെയ്യണം? മീമാക്കി മറിച്ച് മണിച്ച് ഓതണം. എങ്ങനെയാ? സുൽത്താനിംബ നിംബ. ഓക്കെ. ഇനി ബയ്യിനിൻ. ബയ്യിനിൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും തൻവീൻ വരുന്നുണ്ട്. പക്ഷെ അതിന് മുകളിൽ അടയാളം കണ്ടോ? ഏതടയാളം? സ്വാദിലാം അല്ലേ? നേരത്തെ ഈ വിഷയം തന്നെ വന്നതാണ്. നിർത്തുകയും ചെയ്യാം, നിർത്താതിരിക്കുകയും ചെയ്യാം. നിർത്താതിരിക്കലാണ് ഉത്തമം. നമുക്ക് അവിടം വരെ ഓതി എത്തുമോ? ലൗലായത്തൂന മുതൽ ഇനി ഓതാനുള്ളത്. ലൗലായത്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തണം? ബയ്യിൻ എന്ന് നിർത്തണം. ഇനി നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നിയമം വരുമോ? തൻവീം വന്നില്ലേ? ബയ്യിനിൻ നൂന് തൻവീം വന്നിട്ടുണ്ട്. ശേഷം എന്ത് വന്നു? ഫാ വന്നു. ഏതാ നിയമം? തൻവീന് ശേഷം ഫാ വന്നാൽ 15 അക്ഷരങ്ങളിൽപ്പെട്ടതാണോ? ആണോ? അപ്പൊ ഏതായിരിക്കും നിയമം? ഇഖ്ഫാ. 15 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഫാ. അപ്പൊ ഇവിടെ ഇഖ്ഫാ എന്നുള്ള നിയമം വരും എപ്പോഴും ചേർത്ത് ഓതുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് അതിന്റെ നിയമം പറഞ്ഞു നോക്കാം. നൂൻ തൻവീൻ ഇഖ്ഫാ. തൻവീന് ശേഷം ഇഖ്ഫായിന്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഫാ വന്നതിനാൽ തൻവീനിനെ മറച്ചു മണിച്ച് ഓതണം. എങ്ങനെയാ മറച്ചു മണിക്കുക? നിംഫ ബയ്യിനിംഫ. എന്ത് ചെയ്യണം? നിർത്തി ഓതണോ ചേർത്തോതണോ? ചേർത്തോതണം. ലാസ്റ്റ് ഒരു എത്തൂലേ? ഇൻഷാ അല്ലാഹ് അവിടെ വരെ നോക്കി നോക്കാം. ഇനി ഫമൻ അഗ്ലമു. ഫമൻ അഗ്ലമുലും സാക്കിനായ നൂന് വന്നിട്ടുണ്ട് അല്ലേ? അതിനുശേഷം അക്ഷരം വന്നിരിക്കുന്നത് അലിഫല്ലേ? ഹംസ. എന്താ ഹംസ അലിഫും തമ്മിൽ വ്യത്യാസം? എന്താ? നമുക്കിത് കുറേ നാളായില്ലേ പറഞ്ഞിട്ട്, ഒന്ന് പറഞ്ഞു നോക്കാം. അലിഫും ഹംസയും തമ്മിൽ വ്യത്യാസം എന്താ? അലിഫിന് ഹർക്കത്ത് ഉണ്ടാവുമോ? ഇല്ല. അലിഫ് എപ്പോഴും ഹർക്കത്തിന് ഒഴിവായിരിക്കും. അലിഫിന് എപ്പോഴെങ്കിലും ഹർക്കത്ത് വന്നാൽ പിന്നെ അതിൻ്റെ പേര് ഹംസ തന്നെ ആയിരിക്കും. ഹംസ എല്ലാ കാലത്തും ഹംസ തന്നെ ആയിരിക്കും. ഹംസ ഒരിക്കലും അലിഫാവില്ല. പക്ഷെ അലിഫ് ചിലപ്പോൾ എന്ത് ചെയ്യും? ഹംസയായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇവിടെ സാക്കിനായ നൂന് ശേഷം ഹംസ വന്നിട്ടുണ്ട് അല്ലേ? ഏതാ നിയമം വരിക? ഇൽഹാർ. ഓക്കെ. യഥാർത്ഥത്തിൽ എത്ര വിധ ഇൽഹാർ ഉണ്ടെന്നറിയോ? നമുക്ക് എത്ര ഇൽഹാർ അറിയാം? 2 ഇൽഹാർ. ഏതൊക്കെ ഇൽഹാർ അറിയാവുന്നത്? ഇൽഹാർ ഒന്ന് സാദാ ഇൽഹാർ. സാദാ ഇൽഹാറിനൊരു പേരുണ്ട്. എന്ത്? ഇൽഹാർ ഹക്കീക്കി എന്നൊരു പേരുണ്ട്. ഒറിജിനൽ ഇൽഹാർ. ഹക്കീക്കി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഒറിജിനൽ എന്നുവെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സാധനം. അല്ലാ, നിങ്ങൾ ഇടക്കിടക്കൊന്ന് പൊട്ടിക്കലുണ്ട് അല്ലേ? എന്റെയാണ് കഞ്ഞി പ്രശ്നമാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഒന്നുണ്ട് ഇൽഹാർ ഹക്കീക്കി. ഓക്കെ. 2 ഇൽഹാർ ഷഫവി. 3ാമത്തെ വേറൊരു ഇൽഹാറും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, പക്ഷെ നമ്മൾ പേരിൽ അങ്ങനെ പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു ഇൽഹാർ മുത്തലഖ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് എവിടെ നമ്മൾ പഠിച്ചെന്നറിയോ? ഇദ്ഗാമും ബിഗുന്നയുടെ നിയമം പറഞ്ഞ സമയത്ത് ഞാൻ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. ഇദ്ഗാം ബിഗുന്നയുടെ നിയമം ഉണ്ടാണെങ്കിൽ സാക്കിനായ നൂനും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരവും ബാക്കി നിങ്ങൾ പറയും. ഇദ്ഗാം ബിഗുന്നയുടെ നിയമത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്ന നിയമം ഉണ്ടാവണമെങ്കിൽ സാക്കിനായ നൂനും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരവും എങ്ങനെ വരണം? രണ്ട് പദത്തിലായിട്ട് വരണം. അതായത് സാക്കിനായ നൂനൊരു പദത്തിൻ്റെ അവസാനവും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം അടുത്ത പദത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും. സാക്കിനായ നൂന് ഒരു പദത്തിൻ്റെ അബ്ദുള്ള സാഹിബിൻ്റെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് മനസ്സിലാകാത്ത പോലെ തോന്നി. അപ്പോൾ നമുക്ക് ഉദാഹരണത്തോടെ തന്നെ പറയാം. ആദ്യം നമുക്ക് ഒറിജിനൽ ഇദ്ഗാം ബിഗുന്ന തന്നെ എഴുതാം. ഇതെന്താ വായിക്കുക? മീ യൗമി. ഇവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമം ഉണ്ടോ? സാക്കിനായ നൂന് ശേഷം യാ വന്നിട്ടുണ്ട് അല്ലേ? ഇത് ഒരേ പദത്തിലാണ് 2 പദത്തിലാണ് വന്നിട്ടുള്ളത്? 2 പദത്തിലാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ വിട്ടുപിരിച്ചാൽ എഴുതി, അല്ലെങ്കിൽ സാധാരണ നൂനിനെ വാവിനോട് ചേർത്ത് ഇങ്ങനെ എഴുതി കൂടെ? ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് 2 പദത്തിലായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ ഇദ്ഗാം ബിഗുന്ന ഉണ്ട്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന ആവണമെങ്കിൽ നിബന്ധന എന്താണ്? സാക്കിനായ നൂനും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരവും 2 പദത്തിലായിരിക്കണം.
ഈ സാക്കിനായ നൂനിലെ ഈ ചർച്ച വരുള്ളൂ. എവിടെ വരത്തില്ല? തൻവീനിൽ ചർച്ച വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല? തൻവീൻ എപ്പോഴും ഒരു പദത്തിൻ്റെ ലാസ്റ്റേ വരികയുള്ളൂ. ഒരിക്കലും പദത്തിൻ്റെ നടുക്ക് എന്ത് ചെയ്യത്തില്ല? തൻവീൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയേ ചെയ്യേണ്ട. സാക്കിനായ നൂനും ഇദ്ഗാംബിഗുനയുടെ അക്ഷരം ചിലപ്പോൾ ഒരു പദത്തിൽ വരും, ചിലപ്പോൾ രണ്ട് പദത്തിൽ വരും. രണ്ട് പദത്തിൽ വന്നാലേ ഇദ്ഗാംബിഗുനെ ആവുകയുള്ളൂ. ഇനി രണ്ടും കൂടെ ഒരു പദത്തിൽ വന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഏതുപോലെ? സ്വിൻവാൻ, തിൻവാൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഇവിടെ നോക്കിയേ, സ്വിൻവാനുൻ എന്നിടത്ത് സാക്കിനായ നൂനുണ്ടോ? ഉണ്ട്. ഇദ്ഗാംബിഗുനയുടെ അക്ഷരമായ വാവ് ഉണ്ട്. രണ്ടും ഒരു പദത്തിലല്ലേ? ഇവിടെ നമ്മൾ സ്വിൻവാൻ എന്നാണ് ഓതുക, അല്ല സ്വിൻവാൻ. ഇൽഹാർ ചെയ്ത ഓതുന്നത്, ഈ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതുന്നത്. ഏതുപോലെ തന്നെ? ദുനിയ എന്നുള്ളതിലുള്ളതുപോലെ തന്നെ. ദുനിയായിലും അങ്ങനെ തന്നെയല്ലേ? ദുനിയായിൽ സാക്കിനായ നൂന് ശേഷം യാ വന്നു. ഇവിടെ നോക്കി, സാക്കിനായ നൂന് ശേഷം യാ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇദ്ഗാംബിഗുനെ ചെയ്തു. എന്തുകൊണ്ട്? രണ്ട് പദത്തിലായതുകൊണ്ട്. ഇവിടെ ഇദ്ഗാംബിഗുനെ ചെയ്തോ? ഇല്ല. ദുനിയ നൂനെ വളരെ വ്യക്തമാക്കി ഇൽഹാർ ചെയ്ത ഓതിയത്. ഓക്കെ. അപ്പം ഇങ്ങനെ വരുന്ന ഇൽഹാറിനാണ് എന്ന് പറയുന്നത് ഇൽഹാർ മുത്തലഖ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? 3 തരം ഇൽഹാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മുത്തലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, അത് ത്വായോടുകൂടി മുത്തലഖ് എന്ന് വെച്ചാൽ നിരുപാധികം എന്നതിൻ്റെ അർത്ഥം. ഉപാധികളൊന്നും ഇല്ലാതെ. സാക്കിനായ നൂന് ശേഷം വരണം, ഇത് ഇന്ന അക്ഷരം വന്നാലേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. മുത്തലഖ് എന്നാണ്. ഇത് ഇതാക്കണോ? മുത്തലാഖല്ല. ഓക്കെ. അപ്പം ഇത് ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഫമൻ അളമു ഇൽഹാർ വന്നത് പറഞ്ഞു. രണ്ടിന്റെയും അടിസ്ഥാന പദം ഒന്നാണ്. തലക്ക എന്നുള്ള പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മുത്തലഖ് എന്നുള്ള അത്വലഖ യുത്ലിഖു ഇത്ലാഖിൽ നിന്ന് വന്നതാണ്. ഒഴിവാക്കുക എന്നൊക്കെ അർത്ഥത്തിന്. ഓക്കെ. അതൊക്കെ നമ്മൾ ഇനി ഫമൻ അളമൂലുള്ള ഇൽഹാറാണ് നമുക്ക് ഇത്രയും ചർച്ച ചെയ്യേണ്ടി വന്നത്. ഓക്കെ. ഇവിടെ സാധാ ഇൽഹാറാണ് അല്ലേ? ഇൽഹാർ ഹക്കീക്കിയാണ്. വെറും ഇൽഹാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇൽഹാർ ഹക്കീക്കിയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വെറും ഇൽഹാർ എന്ന് മാത്രം പറഞ്ഞാൽ ഇൽഹാർ ഹക്കീക്കി. അതായത് ഇപ്പോൾ നമ്മൾ സാക്കിനായ നൂന് ശേഷം 6 അക്ഷരങ്ങൾ, തൊണ്ടയിൽ വരുന്ന 6 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ആ നിയമമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നിയമം പറയാം. നൂൻ സാക്കിൻ ഇൽഹാർ അല്ലേ? സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ എത്ര അക്ഷരങ്ങൾ എന്ന് കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോപ്പിട്ടത്. 6 അക്ഷരങ്ങൾ. ഏതൊക്കെ 6 അക്ഷരങ്ങൾ? നൗഷാദ് സാഹിബ് പറഞ്ഞു നോക്കിയ 6 അക്ഷരങ്ങൾ ഇൽഹാറിൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ. നിങ്ങൾ നിങ്ങൾ അല്ല പഠിച്ചോനെ, നമ്മൾ കൊല്ലം കുറെ ആയിട്ട് ഇത് പഠിച്ചിട്ടില്ല. ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാത്തടത്തോളം നമുക്ക് നിയമം പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സാക്കിനായ നൂന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. ഈ 6 അക്ഷരങ്ങളിൽപ്പെട്ട. അപ്പോൾ അതിന് നിയമം എങ്ങനെ പറഞ്ഞത്? നൂൻ സാക്കിൻ ഇൽഹാർ, സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ എന്ത് ചെയ്യണം? ഇൽഹാർ വന്നാൽ എങ്ങനെയാണ് വ്യക്തമാക്കണം? മണിച്ച് വ്യക്തമാക്കണം. മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അങ്ങനെ തന്നെ പറയണം, മണിക്കാതെ വ്യക്തമാക്കി ഓതണം. മണിക്കേണ്ടാത്ത 2 സ്ഥലങ്ങളാണ് നിയമത്തിലുള്ളത്. ഒന്ന് ഇദ്ഗാം ബിലാഗുന്നയിലും പിന്നെ ഇൽഹാറിലും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മണിക്കലുണ്ട്. അത് ചിലപ്പോൾ മറച്ച് മണിക്കലായിരിക്കും, ചിലപ്പോൾ മറിച്ച് മണിക്കലായിരിക്കും, ചിലപ്പോൾ മണിച്ചു കൂടി ചേർക്കലായിരിക്കും. ഇൽഹാർ മണിക്കാതിരിക്കുന്ന പരിപാടി. ഇദ്ഗാം ബിലാഗുന്ന നമ്മൾ എന്താ പറയല്? മണിക്കാതെ കൂട്ടിച്ചേർക്കണം എന്ന് പറയും. ഇൽഹാറിൽ മണിക്കാതെ വ്യക്തമാക്കണം എന്ന് പറയും. ഓക്കെ. ഇനി മിമ്മനിഫ്തറ. മിമ്മനിഫ്തറയിൽ ഈ മിമ്മ എന്ത് നിയമമുണ്ടോ? എന്താ? ഇദ്ഗാം ബിഗുന്നയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മീമിന് ഷദ്ദ് വന്നതിനാൽ മീമിനെ മണി. മീം സാക്കിനല്ലല്ലോ വന്നിരിക്കുന്നത്. ഓക്കെ. മീമിന് ഷദ്ദ് വന്നതിനാൽ എന്ത് ചെയ്യണം? മീമിനെ മണിച്ചോദനം. മിമ്മ. ഓക്കെ. വേറെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. മിമ്മനിഫ്തറ.
റാ എന്ന് പറയുമ്പോൾ രണ്ട് നിയമമുണ്ട് അവിടെ. ഏതൊക്കെ രണ്ട് നിയമങ്ങളാണ് ഉള്ളത്? ഒന്ന് റായിനെ കനപ്പിക്കണോ ലഘുവാക്കണോ എന്നുള്ള ചർച്ച അല്ലേ? കനപ്പിച്ചല്ലേ ഓതേണ്ടത് ഫതഹ വന്നതുകൊണ്ട്. ഇനി എന്ത് ചെയ്യണം? വേറൊരു നിയമം എന്ത്? ഫതഹിന് ശേഷം അലിഫ് വന്നതുകൊണ്ട് ഒരു അലിഫ് നീട്ടി ഓതണം. ഓക്കെ, ഫതറ അല്ല, നിഫ്തറ. ഓക്കെ, ഇനി കുറേ നാളായിട്ട് നമ്മൾ പറയാത്തൊരു നിയമം വരുന്നുണ്ട്. അത് കാത്തിരിക്കുകയായിരുന്നു. എവിടെ അല്ലേ? അലല്ലാഹി എന്ന് പറയുമ്പം അള്ളാഹ് എന്ന പദം വന്നിട്ടുണ്ട്. അള്ളാഹ് എന്ന പദത്തിലെ ആ നിയമം പറയാൻ കെൽപ്പുള്ള ചങ്കൂറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ അംഗീകരിക്കത്തില്ല. അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പുള്ള അക്ഷരത്തിന്, ലാമിനല്ല, ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ വന്നാൽ എന്ത് ചെയ്യണം? കനപ്പിക്കണം. മുമ്പ് കസറാണ് വരുന്നതെങ്കിൽ ലഘുവാക്കണം. കനപ്പിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹ് എന്നുള്ള സൗണ്ടിൽ പറയുക. ലഘുവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലാമിന് സൗണ്ടിൽ ഉച്ചരിക്കുക. പക്ഷെ മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ അലല്ലാഹി എന്നുള്ളടുത്ത് അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പ് ഏത് അക്ഷരത്തിനാണ് ഫതഹ് വന്നിരിക്കുന്നത്? അലായിലുള്ള ലാമിന് ഫതഹ് വന്നിട്ടുണ്ട് അല്ലേ? അല എന്നുള്ള ലാമിന് എന്ത് വന്നിട്ടുണ്ട്? ഫതഹ് വന്നിട്ടുണ്ട്. അള്ളാഹ് എന്ന പദത്തിൽ മുമ്പുള്ള അക്ഷരമാണത്. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, അള്ളാഹ് എന്ന പദത്തിന്റെ ലാമിന്റെ കാര്യം പറഞ്ഞിരുന്നു. അള്ളാഹ് എന്ന പദത്തെ യഥാർത്ഥത്തിൽ രണ്ട് ലാമുണ്ട് അല്ലേ? ഇതൊരു ലാം, ഇത് ലാം. നമ്മൾ ചർച്ച ഈ രണ്ടാമത്തെ ലാമിനെ കുറിച്ചാണ്. ഈ ലാമിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച. ഒന്നാമത്തെ ലാം നമുക്ക് ചർച്ചയേ അല്ല. എന്തുകൊണ്ട്? ഈ അലിഫും ലാമും സാധാരണ മറ്റ് പല പദങ്ങളിലും വരുന്നത് പോലെ വന്നു എന്നേ ഉള്ളൂ. ഇവിടെ കമരി ഷംസിയുടെ ഏതുപോലെ അൽഹംദു എന്ന് പറയുമ്പോൾ അവിടെ അലിഫ്ലാം വന്നില്ലേ? അതേപോലെ ആ ഹംദു എന്നുള്ള പദത്തിൽ അലിഫ്ലാം വന്നതുപോലെ അള്ളാഹ് എന്ന പദത്തിൽ അലിഫ്ലാം വന്നേ ഉള്ളൂ. നമ്മൾ അള്ളാഹ് എന്ന പദത്തിലെ ലാമിനെ കനപ്പിക്കണോ ലഘുവാക്കണോ എന്നുള്ള ചർച്ച തന്നെ വരുന്നത് ഏത് ലാമിനെ കുറിച്ചിട്ടാണ്? ഈ രണ്ടാമത്തെ ലാമിനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ലാമിന് മുമ്പ് എന്ത് വരണം? ഫതഹോ ലമ്മോ വന്നാലാണ് എന്ത് ചെയ്യുന്നത്? കനപ്പിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു വിഷയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലില്ലാഹി എന്നുള്ളടത്ത്, ലില്ലാഹി എന്നുള്ള പദത്തിൽ ഇവിടെ രണ്ട് ലാമുണ്ട്. ഈ ലാം അള്ളാഹ് എന്ന പദത്തിലെ ലാമല്ല, ഇത് വേറെ ലാമാണ്. ലി അള്ളാഹി എന്നായിരുന്ന സാധനത്തെ എന്ത് ചെയ്താണ്? ഷോർട്ടാക്കിയിട്ട് ലില്ലാഹി ആക്കിയതാണ്. അപ്പം ഇവിടെ ഇത്രയും പറയാൻ കാരണം എന്താ അറിയോ? സാധാരണഗതിയിൽ അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പ് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ വേർഡിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അലല്ലാഹി എന്ന് പറയുമ്പം അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പ് നോക്കാൻ വേണ്ടി നമ്മൾ എങ്ങോട്ട് പോയി? തൊട്ട് മുമ്പുള്ള വേർഡായ അലയിലേക്ക് പോയി. എന്നാൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ട? മുമ്പിലെ വേർഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അതേ വേർഡിൽ തന്നെ വരും. അതിനാണ് ഈ പറഞ്ഞത്. ഇത് നോട്ടത്തിൽ നമുക്ക് ഒറ്റ പദമായിട്ട് തോന്നുമെങ്കിലും രണ്ട് വേർഡാന്ന് അറിയിക്കാനാണ് ഞാൻ ഇത് എഴുതിയത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപം. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ നിയമം പറയേണ്ടത്? അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പുള്ള അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പ് ഫതഹോ ലമ്മ വന്നാൽ കനപ്പിക്കണം. അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പ് കസ്ര വരുന്നെങ്കിൽ ലഘുവാക്കണം. ഇവിടെ അലല്ലാഹി എന്നെടുത്ത് അള്ളാഹ് എന്ന പദത്തിലെ ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് എന്ത് വന്നു? ഫതഹ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കനപ്പിച്ചിട്ട് എങ്ങനെ ഓതണം? അലല്ലാഹി. ഓക്കെ, ഇനി ഞാൻ അന്നേം പറഞ്ഞിരുന്നു, അള്ളാഹ് എന്ന പദത്തിൽ രണ്ട് നിയമങ്ങൾ മസ്റ്റായിട്ട് എപ്പോഴും പറയേണ്ടി വരും. ഒന്ന്, അള്ളാഹ് എന്ന പദത്തിലെ ലാമിനെ കനപ്പിക്കണോ ലഘുവാക്കണോ എന്നുള്ള കാര്യം. അതിനോട് കൂടി വേറൊരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. നോക്കി നോക്കി, ഒന്നും കൂടെ നല്ലൊരു നോക്കി നോക്കിയേ. അലല്ലാഹ് എന്ന ലാമിനെ നമ്മൾ നീട്ടിയിട്ടും കൂടെ വെച്ചിരിക്കുന്നത്. അലല്ലഹി എന്നാണ് ഓതുന്നത്, അല്ല അലല്ലാഹി. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ഹുറൂഫുൽ മദ് വരുന്നുണ്ട്. ഏത് ഹുറൂഫുൽ മദ്ദാണ് വരുന്നത്? ഫതഹിന് ശേഷം അലിഫ് എന്നുള്ളതാണ് വരുന്നത്. അതും അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ അലിഫ് ഒന്നും ഇട്ട് കൊടുക്കലില്ല. അള്ളാഹ് എന്ന പദത്തിൽ അലിഫ് ഇട്ട് കൊടുക്കില്ല, നീട്ടപ്പത്തൊന്നും ഇട്ട് കൊടുക്കലില്ല. അത് നമ്മൾ മനസ്സിലാക്കുക, നീട്ടിയാണ് വായിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, നീട്ടുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഓതിയേനെ? അലല്ലാഹി എന്ന് ഓതിയേനെ. അങ്ങനെയല്ല ഓതുന്നത്, അലല്ലാഹി. ഒരു അലിഫ് നീട്ടിയാണ്. അത് ചില ഖുർആനിൽ ഇടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഖുർആനിലൊക്കെ കൃത്യമായിട്ട് ഇടലുണ്ട്. അറബി ഖുർആനിൻ്റെ കാര്യം പറഞ്ഞാണ്. കേട്ടില്ല? മനസ്സിലായില്ല?
നമ്മൾ കനപ്പിക്കുന്ന ലാമിനെ കുറിച്ച് പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ, ആ ലാമിന് മുമ്പ്, ആ ലാമിന് ഫത്തഹുൽ ലമ്മ എന്നല്ല നമ്മൾ പറഞ്ഞത്, ആ ലാമിന് മുമ്പ് എന്ത് ചെയ്യണം? ഫത്തഹുൽ ലമ്മ. ഇവിടെ നമ്മൾ ഉദാഹരണത്തിൽ ഏത് അക്ഷരത്തിനാണ് മുമ്പ് ഫത്തഹ് വന്നിരിക്കുന്നത്? ലാമിന് തന്നെ. ഏത് വാക്കിലുള്ള ലാമാണ്? അലല്ലാഹിലെ. അതല്ലാതെ അള്ളാഹ് എന്ന പദത്തിൽ ലാമിന് മുകളിൽ ഫത്തഹ് വന്നിട്ടുണ്ട്, ആ ഫത്തഹ് അല്ല നമ്മൾ ചർച്ച. അതാ നമ്മൾ പറയുന്നത് അള്ളാഹ് എന്ന ലാമിലെ പദത്തിന് മുമ്പുള്ള നേരത്തെ ഇത്രയും തന്നെ പറഞ്ഞത്. ചോദ്യം മനസ്സിലാക്കി, കൃത്യം ചോദ്യം തന്നെയാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ. ഇനി അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അള്ളാഹ് എന്ന പദം എവിടേക്ക് വരുന്നു അവിടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര നിയമം ഉണ്ടാവും? 2 നിയമങ്ങൾ ഉണ്ടാവും. ഒന്ന് ലാമിനെ കനപ്പിക്കണോ ലഘുവാക്കണോ എന്നുള്ള ചർച്ച, രണ്ടാമത്തെ നിയമം ഹുറൂഫുൽ മദ്ദിന്റെ ചർച്ച, രണ്ടും ഉണ്ടാവും. ഇനി അടുത്തത് കദീബൻ. ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? കദീബ എന്ന് ഒരു അലിഫ് നീട്ടി നിർത്തണം. എങ്ങനെ നിയമം പറയാ? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹായതിനാൽ തൻവീൻ എന്ന് പറയരുത്. എന്തുകൊണ്ട് പറയരുത്? തൻവീൻ എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഇവിടെ തൻവീൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 3 സാധനം അതിൻ്റെ ഉള്ളിൽ കയറും. ഇരട്ട ഫത്തഹും കയറും, ഇരട്ട കസറും കയറും, ഇരട്ട ലമ്മും കയറും. നമുക്ക് ഇരട്ട ഫത്തഹ് വന്നാൽ മാത്രമേ ചർച്ചയുള്ളൂ. അവിടെ എന്ത് പറയരുത്? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരം തൻവീൻ എന്ന് പറയരുത്. ഇരട്ട ഫതഹായതിനാൽ ഒരലിഫിന്റെ അളവ് നീട്ടി നിർത്തണം. കദീബ. അപ്പം നമുക്ക് ഇനി ഓതാനുള്ളത് ലൗലായ തൂന മുതലാ ഓതാനുള്ളത്. അവിടെ വരെ നമ്മൾ ഓതി. ഓക്കെ, ഓതി നോക്കിയാ? അവിടെ വരെ എത്തൂലേ? ഇൻഷാ അല്ലാഹ് നല്ലപോലെ കയറ്റി പിടിച്ചോളി. ലൗലായ തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിനിൻ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഓതിയത്. മൂപ്പര് പറഞ്ഞ ആക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. മൂപ്പര് ആദ്യം ഓതിപ്പിക്കും. ഞാൻ കിട്ടുമോ? അങ്ങനെ നിങ്ങളെ കുറച്ച് തന്നെ ഓതിപ്പിക്കാം. നിങ്ങൾ അതൊരു ശ്വാസം ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. അല്ല, ഒറ്റ ശ്വാസത്തിൽ ഓതാൻ പറ്റുന്ന നിയമം അനുസരിച്ച് ഓതാൻ പറ്റും. നിങ്ങൾ ഓതുവോ? നിങ്ങൾ ഓതി നോക്കിയാൽ. ഒറ്റ ശ്വാസത്തിൽ ഓതുക എന്ന് മാത്രമല്ല, നിയമം അനുസരിച്ച് ഓതുക എന്നുള്ളതുകൊണ്ട് ഒരു 1-2 വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൽക്കല ഇല്ലാത്തടത്ത് നിങ്ങൾ കൽക്കല എഴുതി. അവിടെ നിങ്ങൾ തന്നെ പറയും. ഒന്നുകൂടെ ഓതി നോക്കിയാൽ ഞങ്ങൾ അവിടെ ചെയ്തത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ക്ലിയർ ആയില്ലേ? എവിടെ നിങ്ങൾക്ക് ഓതിന്ന്? അത് ഇഫ്താറ എന്ന് പറയരുത്. ഇഫ്താറ അല്ല, ഇഫ്താറോ. റാ എന്ന് പരത്തി പറയരുത്. ആ 2 പ്രശ്നങ്ങളേ ഉള്ളൂ. മാഷാ അല്ലാഹ്. അപ്പം ക്ലിയർ ആയിട്ട് ഓതിയിട്ടുണ്ട്. ഇനി ആരാണ് അടുത്ത? നിങ്ങൾ ഓതി. ഒരു പ്രശ്നം വരുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രശ്നം എന്താന്ന്? അല്ല, ഒന്നുകൂടെ ഓതി നോക്കിയോളി. ശ്രദ്ധിച്ചോളി. എന്താ പ്രശ്നം? ഫമൻ അദ്ലമു അല്ല, അവിടെ ഹംസ വ്യക്തമാക്കണം. ഫമൻ അദ്ലമു അല്ല. ഫമൻ അദ്ലമു എന്ന് പറയുമ്പം നദ്ലമു എന്നാ കേൾക്കുന്നത്. ഫമൻ അദ്ലമു അല്ല, ഹംസ വ്യക്തമാക്കണം. ഫമൻ അദ്ലമു ആണ്. ഇൽഹാർ എന്ത് ചെയ്യണം? അത് വ്യക്തമാക്കണം. ഫമൻ അദ്ലമു. ഓക്കെ, അതാണ് വിഷയം. പിന്നെ ആ ഇഫ്തറ എന്നുള്ള വാക്കെന്ന് പറഞ്ഞേട്ടെ, അവിടെ ഓതിയാൽ മതി. ഫമൻ അദ്ലമു ഓതിയാൽ മതി. ഇഫ്തറാന്നില്ല. നമ്മൾ റായിനെ കനപ്പിക്കാൻ വേണ്ടി തായിനെ എന്ത് ചെയ്ത് കനപ്പിക്കരുത്. ഇഫ്തറാന്നില്ല, ഇഫ്തറോ. താ പറയുമ്പോൾ എന്ത് ചെയ്യണം? ചുണ്ട് പരന്നന്നെ ഇരിക്കണം. മിമ്മനിഫ്തറോ. താ കഴിഞ്ഞിട്ടാണ് റായിനെയാണ് കനപ്പിക്കേണ്ടത്. അത് ഞാനത് മര്യാദക്ക് പറഞ്ഞു. നമുക്കവിടെ നിർത്തരുന്നപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് എത്തുമെന്ന് പറഞ്ഞു. എത്തൂല. നമുക്ക് എവിടെ പോലും എത്തും. നോക്കാം, നിങ്ങൾ ഒതുക്കോ. ബാക്കി നമുക്ക് ഏച്ചു കൂട്ടാം.
افترى على الله كذبا. കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. തുടക്കം ഫമൻ അദ്ലമു അല്ല, ലൗല യഅ്തൂന അല്ല, യഅ്തൂന അല്ല, യഅ്തൂനാണ്, ഹംസയാണ്. يأتون ഓക്കെ, ഇനി ഒന്നുകൂടെ ഓതിക്കോളി. يأتون عليهم بسلطان بين ومن أظلم. ബയ്യിനിൻ എന്ന് അവിടെ നിർത്തുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ നിർത്താൻ എങ്ങനെ നിർത്തണം? ബയ്യിനിൻ എന്ന് നിർത്തരുമോ? ബയ്യിനിന്നോ? بين ആ ബയ്യിൻ, നൂന് സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഓതിക്കോളി. لولا يأتون عليهم بسلطان بين. ബയ്യിനിൻ എന്ന് നിർത്തരുത്, ബയ്യിൻ. بين ഇനി ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ബിസുൽത്താ എന്നുള്ളത് മാറ്റിയിട്ട് ആ ഓക്കെ, അതും കൂടി بين ഇനി ഒന്നും കൂടെ ചോദിക്കേ. لولا يأتون عليهم بسلطان بين അവിടെ മണിക്കണം, സുൽത്താനിൻ ബയ്യിൻ. ومن أظلم വാവല്ല, ഫായാണ്. ومن أظلم ممن افترى على الله كذبا. ഇവിടെ ഫമൻ അദ്ലമു ഇല്ല, അവിടെ മണിക്കാൻ പാടില്ല. ഫമൻ അദ്ലമു, أظلم ممن افترى على الله كذبا. മിമ്മൻ ഇഫ്തറ, അവിടെ മണിക്കണം. ممن افترى على الله كذبا. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ ചോദിക്കണം. لولا يأتون ഒന്നുകൂടെ. لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ആ തുടക്കം മാത്രം എനിക്കൊന്ന് കേൾക്കണം. ലൗല لولا يأتون യഅ്തൂന കാൽക്കല വന്നു, യഅ്തൂന. لولا يأتون യഅ്തൂന. ഡോക്ടർ സാഹിബ് ഒന്ന് ചോദിക്കേ. لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ഇനി ഇവിടെ മുതൽ സാവകാശം നോക്കിക്കോളി. ഫമൻ അദ്ലം, فمن أظلم ممن അദ്ലം ലാസ് കുൻ കൽക്കലയില്ല. അദ്ലമു അല്ല, അദ്ലമു ആണ്. അദ്ലമു فمن أظلم فمن أظلم ممن افترى على الله كذبا. ഇഫ്തറാ അലല്ലാഹി ഇല്ല, അവിടെ ഒറ്റ ലിപി കിട്ടിയാൽ മതി. ഇഫ്തറാ അലല്ലാഹി, സ്മൂത്തായിട്ട് പോട്ടെ. فمن أظلم ممن افترى മണിക്കാം. فمن أظلم ممن افترى على الله كذبا. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് പോകുന്ന അത് ഓതാ തന്നെയാണ്. അത് ശതോതും റെഡി ആയിക്കോളും. ഇനി ആരാ ഓതാൻ ബാക്കിയുള്ളത്? നിങ്ങൾ കൽക്കലായി പോയി. യ തൂന ടക് എന്ന് പറഞ്ഞിട്ട് യ തൂന എന്ന് പറയണം. ഓതാനില്ല. ആ അതായത് ഇതൊന്നും ഒന്നും ഓതിയിട്ടില്ല. ഇതൊന്നും ഓതിയിട്ടില്ല. ഇപ്പോഴും ഇത് ഓതിയിട്ടില്ലല്ലേ ഇന്ന്? لولا يأتون عليهم بسلطان لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى ശ്വാസം പോയി അതൊന്നും കഴിഞ്ഞിട്ട് നിയമം അനുസരിച്ച് തന്നെ ഓതണം. ശ്വാസം കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് നിർത്താൻ അവകാശമുണ്ട്. നിയമം അനുസരിച്ച് നിർത്തുക, എടുത്തു ഓതുക. ഒന്നും കൂടി ഇവിടെ ഓതണം. നമ്മൾ കൂട്ടിക്കോ, ഇഫ്തറാ അലല്ലാഹി എന്നല്ലേ, ഇഫ്തറാ അലല്ലാഹി. നമുക്ക് അക്ഷരങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റണം. ഇഫ്തറാ അലല്ലാഹി, ആ ഐനൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ ഇഫ്തറാ അലല്ലാഹി, ഇഫ്തറാ അലല്ലാഹി എന്ന് പറയുമ്പം ആ ഐനൊക്കെ ഉള്ളിലേക്ക് ചേർന്ന് പോകുന്നുണ്ട്. കറക്റ്റ്. നിങ്ങളൊന്ന് ഒതുക്കിയോട്ടെ, ഒത്തു കേട്ടിട്ട് സൗണ്ട് കേട്ടിട്ടില്ല. അവിടെ മണിക്കുന്നത് പിശുക്ക് വേണ്ട, കാശ് മുടക്കില്ലല്ലോ. അവിടെ മണിക്കണം. തീർക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിയമം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ നിർത്തിക്കോളി, എന്നിട്ട് നിയമം അനുസരിച്ച് മതി. فمن أظلم ممن افترى على الله كذبا. ഇഫ്തറാ അലല്ലാഹി എന്ന് കുറേ നീട്ടാൻ കാരണം ഒറ്റ ലിപി കിട്ടിയാൽ മിമ്മൻ ഇഫ്തറ, മിമ്മൻ
ممن افترى على الله كذبا. ഓക്കെ മാഷാ. ഇല്ല സാഹിബ് നിങ്ങൾ ഇവിടം വരെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഓതിയാൽ മതി. لولا يأتون على الله അലല്ലാഹി عليهم من അലൈഹിം ബി ഇവിടെ മണിക്കാനുണ്ട്. അലൈഹിം ബി بسلطان ഇവിടെ മണിക്കാനുണ്ട്. സുൽത്താനിൻ ബയ്യിൻ بين നിങ്ങൾ ഉപയോഗിക്കൂടി. ലൗല لولا യഅ്തൂന لولا يأتون عليهم بسلطان بين മാഷാ അല്ലാഹ്. ഇനി ബാക്കി فمن أظلم അസ്ലമു أظلم മിമ്മൻ ഇഫ്തറ ഇഫ്തറാഹി എന്നല്ല ഇഫ്തറ ഇഫ്തറ അലല്ലാഹി കദിബ നിങ്ങൾ ഉപയോഗിക്കും. فمن أظلم ممن افترى على الله كذبا ഇഫ്തറാഹി എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് വരട്ടുള്ളൂ. ഇഫ്തറാഹി എന്നില്ല, ഇഫ്തറ എന്നുള്ളൂ. ഇഫ്തറ അലല്ലാഹി ഇവിടെയാണ് ഹാ വരുന്നത്. افترى على الله كذبا. ഓക്കെ അബ്ദുള്ള സാഹിബ് അങ്ങനെ നോക്കിയാൽ لولا يكتب ഇന്ന് നിങ്ങൾ ഓതിയിട്ടില്ലല്ലേ? ആ അതാണ്. ഞാനൊന്നും പറഞ്ഞ് മുന്നിലേക്ക് ഇന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ആ അതൊക്കെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂട്ടത്തിൽ കൂടി വേണമെന്ന് തോന്നുന്നുണ്ട് പൊളിച്ചിരിക്കുന്നത്. لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. രണ്ട് പ്രശ്നം. അദ്ലമു അവിടെ കലക്കല ചെയ്യാൻ പാടില്ല. أظلم ممن افترى ആ മിമ്മൻ ഇഫ്തറയല്ല, ത്വായല്ലോ തായല്ലേ. ആ താ പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് നിങ്ങൾ ഇഫ്തോറോ നിങ്ങൾ ചുണ്ട അങ്ങനെ വട്ടത്തിൽ പിടിച്ചിട്ട് പോകുന്നത്. മിമ്മൻ ഇഫ്തോറോ എന്ന് അങ്ങനെയല്ലേ. മിമ്മൻ ഇഫ്തറോ താറോ ഇപ്പോഴും തായിന് ത്വായിന് സൗണ്ടിലേക്ക് വരുന്നത്. വെറും തറയായാൽ മതി. തറയല്ല തറോ ആയി തറോ. لولا يأتون عليهم بسلطان അവിടെ മണിക്കണം മണിക്കണം മണിക്കണം. لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ചിലത് ശരിയായപ്പോൾ ചിലത് തെറ്റിയായി. അവിടെ നിങ്ങളിവിടെ നിർത്തിക്കോളൂ. നിർത്തിയിട്ട് നിയമം അനുസരിച്ച് ചോദിക്കോളൂ. ശ്വാസം നോക്കുമ്പോൾ നമ്മൾ നിയമം പോകുന്നുണ്ട്. ഇവിടെ നിർത്തിക്കോളൂ. لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ഇപ്പൊ ആ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഇഫ്തറ എന്നുള്ളത് മാത്രമാണ്. ആ ഇഫ്ത താ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ചുണ്ട് പരന്നിരിക്കുക. നമ്മൾ ചുണ്ട് എപ്പോഴും ഈ വളഞ്ഞ ഷേപ്പ് പിടിച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ഒകാരത്തിലേക്ക് പോകും. പരത്തേണ്ട സ്ഥലത്ത് പരത്തി തന്നെ പറയുന്നത്. ഇനി ആരെയും ഓതാൻ ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. സമയത്തായി ഉണ്ടോ? സമയമുണ്ടോ? 7 മണിയായില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പരമാവധി 6 മണിക്ക് എത്തി. ഇന്ന് നമ്മൾ